മോഹൻലാലിന്റെ കർമ്മയോദ്ധ സിനിമയുടെ തിരക്കഥ മേജർ രവി മോഷ്ടിച്ചതാണെന്ന ഹർജിയിൽ പരാതിക്കാരന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവ്. കോട്ടയം കൊമേഴ്ഷ്യൽ കോടതിയുടേതാണ് വിധി. 12 വർഷം നീണ്ട നിയമ പോരാട്ടം വിജയിച്ചതിൽ സന്തോഷമെന്ന് പരാതിക്കാരനായ റെജി മാത്യു പറഞ്ഞു. കർമ്മയോദ്ധ സിനിമയുടെ തിരക്കഥ സംവിധായകൻ മേജർ രവി മോഷ്ടിച്ചതാണെന്ന് കോടതി കണ്ടെത്തി. ബൗദ്ധിക സ്വത്തവകാശ നിയമലംഘനം നടന്നതായും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. റെജി മാത്യുവിന് നഷ്ടപരിഹാരമായി 30 ലക്ഷം രൂപ മേജർ രവി നൽകണം. 2 മാസത്തിനകം തുക നൽകിയില്ലെങ്കിൽ മേജർ രവിയുടെയും രണ്ടാം പ്രതി നിർമ്മാതാവ് ഹനീസ് മുഹമ്മദിന്റെയും സ്വത്തുക്കളിൽ നിന്നും പലിശ സഹിതം പണം ഏറ്റെടുക്കണമെന്നും ഉത്തരവിലുണ്ട്. സിനിമ പുനർനിർമ്മിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും ഇരുവരെയും കോടതി വിലക്കി. മേജർ രവി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കഥ എഴുതിയത്. എന്നാൽ താൻ അറിയാതെ തിരക്കഥ മറ്റൊരാൾക്ക് നൽകി സിനിമ ചെയ്തു. സത്യം ജയിച്ചെന്ന് റെജി മാത്യുവിന്റെ പ്രതികരണം. എന്നെ അദ്ദേഹം നേരിൽ വന്ന് കാണുകയും മോഹൻലാലിൻ്റെ ഡേറ്റ് നിലനിൽക്കുന്നു, അതുകൊണ്ട് താങ്കൾ വേറൊരു സബ്ജക്റ്റ് എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കുറച്ച് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ആവണം, പക്ഷേ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത തിരക്കഥയാണ് കർമ്മയോദ്ധയുടെ. പക്ഷേ നിർഭാഗ്യവശാൽ ശരിക്കും അദ്ദേഹം എന്നെ കബളിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് അറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ ഫോണിൽ പലവട്ടം വിളിച്ചിട്ടും അദ്ദേഹം എൻ്റെ ഫോൺ നിരാകരിച്ചു. ഞാൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. അതിന് അദ്ദേഹം മറുപടി തന്നത് ഞാനെന്ന് പറയുന്ന സിനിമാക്കാരനെ അദ്ദേഹത്തിന് യാതൊരു പരിചയവുമില്ല എന്നായിരുന്നു വക്കീൽ നോട്ടീസിൻ്റെ അകത്തെ കണ്ടൻറ്റ്. എന്തായാലും ഈ വിധി എനിക്കൊരു ആശ്വാസം തന്നെയാണ്. സിനിമയിൽ വീണ്ടും സജീവമാകുമെന്നും റെജി മാത്യു വ്യക്തമാക്കി. 2012 ഡിസംബർ 21 മോഹൻലാൽ നായകനായ കർമ്മയോദ്ധയുടെ റിലീസ്. കൈരളി ന്യൂസ്, കോട്ടയം.